ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏതെല്ലാം ടോപ്പിക്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, സെക്കൻഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, തേർഡ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, then Renaissance, Reformation and geographical discoveries. Next, modern revolutions, English, French, Russian revolutions and Industrial Revolution. Sixth, World Wars, League of Nations and United Nations. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ബി മൊഡ്യൂൾ 1 വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ നിർവചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയാണ്. ഗ്രീക്കുകാർ ചരിത്രത്തെ സ്വതന്ത്ര വിജ്ഞാന ശാഖയാക്കി മാറ്റി. ചരിത്രത്തെ സ്വതന്ത്ര വിജ്ഞാന ശാഖയാക്കി മാറ്റിയത് ആരാണ്? ഗ്രീക്കുകാരാണ്. ഹിസ്റ്ററി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്നുള്ള പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അന്വേഷണം എന്നാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാലോ പ്രതിപാദനം, വ്യാഖ്യാനം, ഗവേഷണം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ ചരിത്രം എന്ന പദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്, ജർമ്മൻ ഭാഷയിൽ ചരിത്രം എന്ന പദത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഗെയ്ഷെയാണ്. GESCHINTE. ഗെയ്ഷെ എന്നുള്ള പദമാണ് ജർമ്മൻ ഭാഷയിൽ ചരിത്രം എന്ന പദത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദത്തിൻ്റെ അർത്ഥം കഴിഞ്ഞകാല സംഭവങ്ങളുടെ ബുദ്ധിപരവും അർത്ഥപൂർണവുമായ അന്വേഷണം എന്നാണ്. ഈ ഒരു പദത്തിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞകാല സംഭവങ്ങളുടെ ബുദ്ധിപരവും അർത്ഥപൂർണവുമായ അന്വേഷണം എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗ്രീക്കുകാരാണ് ചരിത്രത്തെ സ്വതന്ത്ര വിജ്ഞാന ശാഖയാക്കി മാറ്റിയിട്ടുള്ളത്. ഹിസ്റ്ററി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അന്വേഷണം എന്നാണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഹിസ്റ്റോറിയ എന്നാൽ പ്രതിപാദനം, വ്യാഖ്യാനം, ഗവേഷണം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ ചരിത്രം എന്ന പദത്തിന് ഉപയോഗിക്കുന്ന ഗെയ്ഷെ, അതായത് GESCHINTE, ഗെയ്ഷെ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല സംഭവങ്ങളുടെ ബുദ്ധിപരവും അർത്ഥപൂർണവുമായ അന്വേഷണം എന്നാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിഹാസങ്ങളെക്കുറിച്ച് പറയും അല്ലേ. അപ്പോൾ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് അങ്ങനെ ആയിരുന്നു എന്നാണ്. അതും ചരിത്രമാണ്, അതും കഴിഞ്ഞകാല സംഭവങ്ങളാണ്. പ്രാചീനകാല ചരിത്രങ്ങൾ പറയുമ്പോൾ പല ഇതിഹാസങ്ങളും കടന്നു വരാറുണ്ട്. ഈ ഇതിഹാസം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് അങ്ങനെ ആയിരുന്നു എന്നതാണ്. അത് അങ്ങനെ ആയിരുന്നു എന്നതാണ്. അപ്പോൾ ചരിത്രം എന്ന പദത്തിൻ്റെ അർത്ഥം അന്വേഷണം, ഗവേഷണം, വിശദീകരണം, വിജ്ഞാനം എന്നെല്ലാമാണ്. ഡയനീഷ്യസ് എന്ന ഗ്രീക്ക് പണ്ഡിതനാണ് ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം എന്ന ആശയം അവതരിപ്പിച്ചത്. ഡയനീഷ്യസ് എന്ന ഗ്രീക്ക് പണ്ഡിതനാണ് ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം എന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്ററി എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അന്വേഷണം എന്ന അർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മാനവരാശിയുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളുടെ ആകെത്തുകയാണ് എന്ത്? ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ പ്രാമാണികതയെ അംഗീകരിച്ചതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ലോകത്തോളം പഴക്കം ചരിത്രത്തിനും അവകാശപ്പെടാൻ പറ്റും. കാരണം ഈ നിമിഷം കഴിഞ്ഞ കാര്യം അടുത്ത നിമിഷത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പം ഈ ഭൂമിയിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരനുഭവവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തണമെന്നില്ല. എന്തെങ്കിലും സവിശേഷതകളുള്ള വസ്തുതകളാണ് പലപ്പോഴും ചരിത്ര ശ്രേണിയിൽ മുൻപന്തിയിലേക്ക് വരുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ചരിത്രത്തിൽ വളരെ കുറച്ച് മാത്രമാണ് വിശകലനം ചെയ്യുക.
ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന ചരിത്രത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. സ്ഥലകാലങ്ങളുടെ വ്യത്യാസം, അവയെ മനസ്സിലാക്കാനുള്ള മനുഷ്യബുദ്ധിയുടെ പരിമിതി, ഇതൊക്കെ തന്നെ ചരിത്രത്തെ വേറിട്ട് നിർത്തുന്നുണ്ട്. ചരിത്രം എത്ര പരിമിതവും അപൂർണവുമാണെങ്കിലും കഴിഞ്ഞുപോയ കാലത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള അംശങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ സ്രോതസ്സാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. ചരിത്രത്തെക്കുറിച്ചുള്ള വിവിധ നിർവചനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ചരിത്രം മനുഷ്യാനുഭവങ്ങളുടെ സൂക്ഷിപ്പ് രേഖയാണെന്ന് തിരിച്ചറിഞ്ഞ ഗ്രീക്കുകാർ അതൊരു ഗവേഷണ വിഷയമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ചരിത്ര സംഭവങ്ങളെ പറ്റി പാടി നടക്കുന്ന കഥാവിവരണ കവിതകൾ, ബെല്ലാഡ്സുകൾ ഗ്രീക്ക് ചരിത്രത്തിൻ്റെ ഉത്ഭവങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. ചരിത്ര സംഭവങ്ങളെപ്പറ്റി ഗ്രീക്കുകാർ കവിതകളും പ്രഭാഷണങ്ങളും അവതരിപ്പിച്ചു. അവരെ ലോഗോഗ്രാഫേഴ്സ് എന്നും അവരുടെ കൃതികളെ ലോഗോഗ്രാഫി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലോഗോഗ്രാഫിയിൽ നിന്നും ചരിത്രത്തെ ഒരു പ്രത്യേക പഠന ശാഖയാക്കി മാറ്റിയത് BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹെറഡോട്ടസ് ആയിരുന്നു. അപ്പം അദ്ദേഹം ചരിത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? തൂസിഡൈസിസും. ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസുമാണ്. അപ്പൊ ഇദ്ദേഹം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചരിത്ര സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ S രാധാകൃഷ്ണൻ ചരിത്ര പഠനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാഷ്ട്രങ്ങൾ പരസ്പരം നൽകിയ സംഭാവനകളെ പറ്റി ചരിത്രം പ്രതിപാദിക്കുന്നു. രാഷ്ട്രങ്ങൾ പരസ്പരം നൽകിയ സംഭാവനകളെ കുറിച്ചിട്ട് ചരിത്രം പ്രതിപാദിക്കുന്നു. അത്തരമൊരു പഠനത്തിലൂടെ ചരിത്രം ഭാവി തലമുറയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ശരിയായ രീതിയിൽ പഠിച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയെ ചരിത്രം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കാൻ സഹായകമായ ചരിത്ര പഠനം ജീവിത പരിശീലനത്തിനും അവരെ സഹായിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ചരിത്ര പഠനത്തിലൂടെ ലോക പൗരത്വം എന്ന ആശയവും പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് ചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഗ്രീക്കുകാർ ചരിത്രത്തെ സ്വതന്ത്ര വിജ്ഞാന ശാഖയാക്കി മാറ്റി. ഹിസ്റ്ററി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അന്വേഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിസ്റ്റോറിയോഗ്രാഫി എന്നാൽ പ്രതിപാദനം അഥവാ വ്യാഖ്യാനം എന്നാണ്. ജർമ്മൻ ഭാഷയിലെ ഗേഷ്യ എന്ന പദത്തിൽ നിന്നുമാണ് ചരിത്രം എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് പറഞ്ഞു. ചരിത്രം മനുഷ്യാനുഭവങ്ങളുടെ സൂക്ഷിപ്പ് രേഖയാണെന്ന് തിരിച്ചറിഞ്ഞ ഗ്രീക്കുകാർ അതൊരു ഗവേഷണ വിഷയമാണെന്ന് മനസ്സിലാക്കി. ചരിത്ര സംഭവങ്ങളെ പറ്റി പാടി നടക്കാറുള്ള കഥാവിവരണ കവിതകൾ ഗ്രീക്ക് ചരിത്രത്തിൻ്റെ ഉത്ഭവത്തിൽ എത്തിച്ചേർന്നു. ചരിത്ര സംഭവങ്ങളെപ്പറ്റി ഗ്രീക്കുകാർ കവിതകളും പ്രഭാഷണങ്ങളും അവതരിപ്പിച്ചു. അവരെ ലോഗോഗ്രാഫേഴ്സ് എന്നും അവരുടെ കൃതികളെ ലോഗോഗ്രാഫി എന്നും വിളിച്ചു. ലോഗോഗ്രാഫിയിൽ നിന്നും ചരിത്രത്തെ ഒരു പ്രത്യേക പഠന ശാഖയാക്കി മാറ്റിയത് BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹെറഡോട്ടസ് ആണ്. അദ്ദേഹത്തെ ചരിത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നു. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് തൂസിഡൈസിസ് ആണ്. ഇദ്ദേഹം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചരിത്ര സംഭവങ്ങളെ നിരീക്ഷിച്ചു. ഡോക്ടർ S രാധാകൃഷ്ണൻ ചരിത്ര പഠനത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. രാഷ്ട്രങ്ങൾ പരസ്പരം നൽകിയ സംഭാവനകളെ പറ്റി ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പഠനത്തിലൂടെ ചരിത്രം ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നു. ശരിയായ രീതിയിൽ പഠിച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയെ ചരിത്രം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കാൻ സഹായകമായ ചരിത്ര പഠനം ജീവിത പരിശീലനത്തിനും അവരെ സഹായിക്കുന്നുണ്ട്. ചരിത്ര പഠനത്തിലൂടെ ലോക പൗരത്വം എന്ന ആശയവും പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാന ശാഖയാണ് ചരിത്രമെന്ന് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു. മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാന ശാഖയാണ് ചരിത്രമെന്ന് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു. അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നത്? മാറ്റങ്ങളില്ലാത്ത ഭൂതകാലത്തിൻ്റെ വിവരണമാണ് ചരിത്രം. സീലി പറയുന്നു, ഇന്നത്തെ ചരിത്രം കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയം നാളത്തെ ചരിത്രവുമാണ്. സീലി പറയുന്നത് ഇന്നത്തെ ചരിത്രം എന്നത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയം നാളത്തെ ചരിത്രവുമാണെന്നാണ്. ആക്ടൻ പ്രഭുവിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്നുള്ളതാണ്. ആക്ടൻ പ്രഭു എന്താ പറഞ്ഞത്? മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്നുള്ളതാണ്. ഫിൻലെ പറയുന്നത് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട സംഭവങ്ങളുടെ സമാഹാരമാണ് ചരിത്രം എന്നുള്ളതാണ്. കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട സംഭവങ്ങളുടെ സമാഹാരമാണ് ചരിത്രം. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഫിൻലെയാണ്. ചരിത്രം ഒരു ശാസ്ത്രമാണ്, കുറഞ്ഞാലും കൂടിയാലും എന്ന് പറഞ്ഞത് JB ബ്യൂറയാണ്. അപ്പം JB ബ്യൂറേ പറഞ്ഞിട്ടുള്ളത് ചരിത്രം ഒരു ശാസ്ത്രമാണ്, കുറഞ്ഞാലും കൂടിയാലും. ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ് എന്ന് പറഞ്ഞത്
ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സമയപരിധിയിലെ മനുഷ്യശാസ്ത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞത് മാർക്ക് ബ്ലോക്ക് ആണ്. സമയപരിധിയിലെ മനുഷ്യശാസ്ത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞത് മാർക്ക് ബ്ലോക്ക് ആണ്. മനുഷ്യചിന്തയുടെ പ്രാചീനമായ രൂപമാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് കാർലൈൻ ആണ്. മനുഷ്യചിന്തയുടെ പ്രാചീനമായ രൂപമാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് കാർലൈൻ ആണ്. ക്രോംചെ പറഞ്ഞത് എല്ലാ ചരിത്രവും സമകാലീന ചരിത്രമാണ്, എല്ലാ ചരിത്രവും സമകാലീന ചരിത്രമാണെന്ന് ക്രോംചെ പറയുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണ് എന്ന് ഹെൻറി ജോൺസൺ പറയുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണെന്ന് ഹെൻറി ജോൺസൺ പറയുന്നു. E.H. കാറിന്റെ അഭിപ്രായത്തിൽ ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ നടക്കുന്ന നിരന്തര സംഭാഷണമാണ് ചരിത്രം. E.H. കാർ എന്താ പറഞ്ഞത്? ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ നടക്കുന്ന നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഉദാഹരണങ്ങളിലൂടെ പാഠം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രമെന്ന് ഡയനീഷ്യസ് പറയുന്നു. ഉദാഹരണങ്ങളിലൂടെ പാഠം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രമെന്ന് ഡയനീഷ്യസ് പറയുന്നു. ഉദാഹരണങ്ങളിലൂടെ പാഠം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രമെന്ന് ഡയനീഷ്യസ് പറയുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനാവരണമാണ് ചരിത്രമെന്ന് ലോർഡ് ആറ്റൺ പറയുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനാവരണമാണ് ചരിത്രമെന്ന് ലോർഡ് ആറ്റൺ പറയുന്നു. യുഗപരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രമെന്ന് വിൽ ഡ്യൂറന്റ് പറയുന്നു. യുഗപരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രമെന്ന് വിൽ ഡ്യൂറന്റ് അഭിപ്രായപ്പെടുന്നുണ്ട്. ആർണോൾഡ് ടോയൻബിയുടെ അഭിപ്രായത്തിൽ മനുഷ്യാനുഭവം എന്നാണ് ചരിത്രത്തിൻ്റെ മറ്റൊരു പേര്. കാർലൈൻ്റെ അഭിപ്രായത്തിൽ മഹാന്മാരുടെ ജീവചരിത്രമാണ് ചരിത്രം. കാർലൈൻ എന്താ പറഞ്ഞത്? മഹാന്മാരുടെ ജീവചരിത്രമാണ് ചരിത്രം എന്നുള്ളതാണ്. അപ്പോൾ യുഗപരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രമെന്ന് വിൽ ഡ്യൂറന്റ് പറയുന്നു. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണമാണ് ചരിത്രമെന്ന് E.H. കാർ പറയുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണെന്ന് ഹെൻറി ജോൺസൺ അഭിപ്രായപ്പെടുന്നു. കാർലൈൻ്റെ അഭിപ്രായത്തിൽ മഹാന്മാരുടെ ജീവചരിത്രമാണ് ചരിത്രം. ജവഹർലാൽ നെഹ്റു പറയുന്നത് വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ് ചരിത്രം എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായം എന്താണ്? വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ് ചരിത്രം എന്നുള്ളതാണ്. ഇതിനെയാണ് ഈ ഒരു ഡെഫിനിഷൻസിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ചരിത്രത്തെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനാവരണം എന്ന് നിർവചിച്ചത് ആര്? ആറ്റൺ ആണ്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തൂസിഡൈസിസ് ആണ്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് തൂസിഡൈസിസ് ആണ്. ഹിസ്റ്റോറിക്ക രചിച്ചത് ആര്? ഹിസ്റ്റോറിക്ക എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഹിസ്റ്റോറിക്ക എന്ന കൃതിയുടെ രചയിതാവ് ഹെറഡോട്ടസ് ആണ്. അദ്ദേഹമാണ് ഹിസ്റ്ററിയുടെ പിതാവ്. ലോകത്തിലെ ആദ്യ ചരിത്ര കൃതി ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കയാണ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗ്രീസാണ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് റാങ്കെയാണ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് റാങ്കെയും ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് തൂസിഡൈസിസും ചരിത്രത്തിൻ്റെ പിതാവ് ഹെറഡോട്ടസുമാണ്. മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാനശാഖയുടെ ചരിത്രമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാനശാഖയാണ് ചരിത്രമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ ആണ്. മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാനശാഖയാണ് ചരിത്രമെന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രാൻസിസ് റാങ്കെയാണ്. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് കാൾ മാർക്സ്. നമ്മൾ ശാസ്ത്രീയ ചരിത്രം പറഞ്ഞപ്പോൾ ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് കാൾ മാർക്സ് ആണ്. അദ്ദേഹം അതിൽ എല്ലാ ചരിത്രവും വർഗസമരത്തിന്റെ ചരിത്രമാണെന്നും ഭൗതികവാദ വീക്ഷണം പറയുന്നുണ്ട്. ഉൽപാദന രീതി സമൂഹത്തിന്റെ അടിത്തറയാണെന്നൊക്കെ പറയുന്നുണ്ട്. തൊഴിലാളി വർഗ സർവാധിപത്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് ആരാണ്? മാർക്സ് ആണ്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് തൂസിഡൈസിസ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് റാങ്കെ.
ചരിത്രത്തിൻ്റെ പിതാവ് ഹെറഡോട്ടസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഇനി എക്സ്ട്രാ വല്ല പോയിൻറ്സും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.